ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പറഞ്ഞു കേട്ടില്ലാത്ത ഒരു കംപ്ലൈൻ്റ് ആണ്. ചില വണ്ടികൾക്ക് മാത്രമേ ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടുവരുന്നുള്ളൂ. അതായത് വീൽ സ്പീഡും എൻജിൻ സ്പീഡും തമ്മിലൊരു ഡിഫറൻസ്. അതായത് RPM കയറുന്നതിനനുസരിച്ച് ബൈക്കിന് സ്പീഡ് കയറുന്നില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം ചില ബൈക്കുകൾക്ക് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് R15 വേർഷൻ 4കൾക്കാണ് ഇത് കണ്ടുവരുന്നത്. മറ്റ് ബൈക്കുകളുടെ ഇതൊന്നും ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ബൈക്കിന് അതുപോലെ ഇഷ്യൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രശ്നം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ബൈക്ക് സർവീസ് ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ വന്ന ചില കമൻസിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നത്. അതായത് അവരുടെ RPMനനുസരിച്ച് ഒരു സ്പീഡ് കിട്ടുന്നില്ല. സോ ഈ ഒരു പ്രശ്നത്തിന് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏക ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്ന ഈ ഒരു നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഈ നമ്പർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോൺടാക്റ്റ് ആണ്. അപ്പോൾ ഈ ചാനൽ കുറച്ച് നാൾ കൊണ്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് അവൻ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കാണ്. അപ്പോൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബൈക്ക് സർവീസ് ചെയ്യുന്നതൊക്കെ അവനാണ്. സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഇതുപോലെ ഒരു സെയിം ഇഷ്യൂ ആയിട്ട് ഒരു R15 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരുപാട് നാൾ അവൻ ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് അവൻ്റെ കയ്യിൽ ആ ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, കുറച്ച് വേറെ വർക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ ആ ബൈക്കിൻ്റെ ഓണറിന് കുറച്ച് ഫണ്ട് ഇഷ്യൂ വന്നതുകൊണ്ട് ബൈക്ക് കുറച്ച് നാൾ നീണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ നന്നായിട്ട് ആ ബൈക്ക് കംപ്ലീറ്റ് ഇൻസ്പെക്ട് ചെയ്ത് ആ ബൈക്കിൻ്റെ ഇഷ്യൂ എന്താണെന്ന് അവൻ കണ്ടുപിടിച്ച് ഈ ഒരു ഇഷ്യൂ അവൻ അതിനെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും അവനിങ്ങനെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചില ഫ്രണ്ട്സിന് ഇതേ സെയിം പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അവനോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവൻ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ ബൈക്കിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ പറയരുതെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിന് റീസൺ രണ്ട് കാര്യമാണ്. ആ ബൈക്കിന് വന്ന ആ ഒരു സെയിം ഇഷ്യൂ ആയിരിക്കില്ല നിങ്ങളുടെ ബൈക്കിനും ഉണ്ടാവുക. നിങ്ങളുടെ സ്റ്റോറി എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും നിങ്ങളുടെ ബൈക്കിന്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂ തന്നെ ആയിരിക്കാം. അത് എന്തായാലും ആ ബൈക്കിന് ഒരു ചില സ്പെസിഫിക് കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ആ ബൈക്ക് റെഡിയായി. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ബൈക്ക് റെഡിയാവണമെന്നില്ല. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവൻ ഇത്രയും നാളും കൊണ്ട് അത് കുറേ കഷ്ടപ്പെട്ടാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തത്. പെട്ടെന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ജസ്റ്റ് അത് യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പല മെക്കാനിക്സിനും അത് പോകും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞത് യൂട്യൂബിൽ പറയട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത്. പക്ഷേ എനിക്ക് തരാൻ പറ്റുന്നൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നമ്പറാണ്. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ബൈക്കിന് ഈ ഇഷ്യൂ എന്നല്ല, വേറെ എന്ത് ഇഷ്യൂ ആണെങ്കിലും ജസ്റ്റ് അവൻ്റെ അടുത്ത് പറയുക. പറ്റുന്ന സഹായം ചെയ്തു തന്നിരിക്കും, ഉറപ്പ് കാര്യമാണ്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, അത്യാവശ്യം സമയം കൊടുക്കുക അവന്. അത് ജസ്റ്റ് ഒന്ന് നോക്കി എല്ലാം റെഡിയാക്കാൻ. ഇപ്പോൾ ഒരു ദിവസം രാവിലെ ബൈക്ക് കൊണ്ടുവച്ച് എനിക്ക് ഉടനെ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സമയം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നല്ല രീതിയിൽ ബൈക്ക് വർക്ക് ചെയ്ത് തരും. ഞാൻ മെയിനായിട്ട് ഈ ഒരു പുള്ളിയെ റെക്കമെൻഡ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം, മുമ്പത്തെ വീഡിയോസിലൊക്കെ നോക്കിയാൽ കാണാം എൻ്റെ ബൈക്കിലെ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആക്ച്വലി ഞാൻ നല്ല വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണ് ഞാൻ ഈ പുള്ളിയുടെ അടുത്ത് പോയത്. ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ബൈക്ക് എനിക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ ഞാൻ സ്റ്റോറൂമിൽ നിന്ന് എങ്ങനെ വാങ്ങിച്ചോ ആ രീതിയിൽ എനിക്ക് ബൈക്ക് വേണമെന്ന് പറഞ്ഞു. എന്തൊന്നും ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് തിരിച്ചവൻ ആ രീതിയിൽ എനിക്ക് പറഞ്ഞ വാക്കുപോലെ തന്നെ ബൈക്ക് തന്നു. സോ എനിക്ക് നല്ലൊരു ഇമ്പ്രഷൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും പിന്നെ അവനെ ഏൽപ്പിച്ചത്. ഞാൻ ബൈക്ക് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ബൈക്ക് അണ്ടർ വാറണ്ടി ആയിരുന്നു. എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ബൈക്ക് അവന് കൊടുത്തത്. കാര്യം എൻ്റെ ഇഷ്യൂ ഷോറൂമിൽ സോൾവ് ആവുമെന്ന് എനിക്ക് ഉറപ്പായി. മാത്രമല്ല, ലാസ്റ്റ് ടൈമിൽ ഷോറൂമിൽ പോയിട്ട് ബൈക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിൽ കയറി നോക്കിയാൽ മതി. സോ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഞാൻ പുള്ളിയെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്തായാലും എല്ലാം സോൾവ് ചെയ്ത് തരുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പറ്റുന്ന കാര്യം എന്തായാലും ചെയ്തിരിക്കും. വേറൊരു കാര്യം എനിക്ക് നിങ്ങളത് പറയാനുള്ളത്, നിങ്ങൾ ബൈക്കിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുകയാണ്, പെർഫോമൻസ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ബോത്ത് രണ്ട് കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും അവരുടെ പല വീഡിയോസും കാണുന്നുണ്ട്. ഇപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റുന്നതും പെർഫോമൻസ് എഫേർട്ട് വയ്ക്കുന്നതും അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറ്റുമ്പോൾ എൻജിനകത്ത് വരുന്ന ചേഞ്ച് ഒരു നിസ്സാരമായിട്ട് കാണരുത്. നിങ്ങളുടെ എൻജിൻ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരും ഉണ്ടാവില്ല. പൈസ നിങ്ങളുടെ കയ്യിൽ നിന്നായിരിക്കും പോകുന്നത്. ഇപ്പോഴത്തെ വണ്ടിയുടെ പാർട്സിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നല്ല വിലയാണ്. വെറുതെ പൈസ കൊണ്ട് കളയരുത്. കഴിഞ്ഞ ഒരു വർക്കിന് തന്നെ ഞാൻ ഇത്രയും കെയർഫുള്ളായിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് തന്നെ എൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് പൊട്ടി. ഞാൻ മെയിൻലി എൻ്റെ ഒരു ബൈക്ക് കംപ്ലൈൻ്റ് ആയി മാറിയതെന്ന് പറയാൻ ആ ഒരു ബെയറിങ്ങും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഇഷ്യൂ മാത്രമേ എനിക്ക് കംപ്ലൈൻ്റ് എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. ബാക്കി അതിൻ്റെ ഒരു പീരിയോഡിക് സർവീസ് മാത്രമാണ് ചെയ്തത്.
ഇത്ര ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും പൈസ പോയി. അപ്പോൾ ഒരു എഞ്ചിൻ വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് റേഞ്ചിൽ പൈസ കിട്ടും എന്നുള്ളത് ആലോചിക്കാം. കുറച്ച് സ്പീഡ് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് സ്പ്രോക്കറ്റ് മാറ്റുന്നതും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വണ്ടിയിൽ ചെയ്യാതിരിക്കുക. പിന്നെ പെർഫോമൻസ് അപ്ഡേറ്റ്സ് എപ്പോഴും നല്ലത് തന്നെയാണ്, ഞാൻ നല്ല പറയുന്നത്. നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് നല്ല കമ്പനിയുടെ പ്രൊഡക്ട്സ് വണ്ടി ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാതെ ഏതെങ്കിലും കുറച്ച് പൈസ ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡ്സിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് വണ്ടിയിൽ വയ്ക്കരുത്. നല്ല ബ്രാൻഡ്സിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക. എന്നിട്ട് അത് നല്ലതായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ് ഗൈസ്. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഈ ഒരു ഒറ്റ കാര്യമാണ്. നിങ്ങൾ അവനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ അവൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ജസ്റ്റ് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇതുപോലുള്ള പ്രശ്നം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് അവർക്ക് കൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.